എക്സാലോജിക് അന്വേഷണം സംസ്ഥാന സർക്കാരിലേക്കും KSIDCക്കെതിരായ അന്വേഷണം സർക്കാരിലേക്കും നീളും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ SFIO ചോദ്യം ചെയ്യും. ROC അന്വേഷണത്തിലും കണ്ടെത്തിയത് ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകളായിരുന്നു. കമ്പനി രേഖകളുടെ പരിശോധന SFIO ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ IT കമ്പനിയായ എക്സാലോജിക്കിനെ കരിമണൽ കമ്പനിയായ CMRL നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയതിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചത്. പ്രാഥമികമായി നിലവിൽ അന്വേഷണം നടത്തിയ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേരള, ബംഗളൂരു യൂണിറ്റുകളിൽ നിന്നുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ശേഖരിച്ച SFIO വീണ വിജയനെയും ചോദ്യം ചെയ്യും. 2017-2020 കാലയളവിൽ 1,72,00,000 രൂപ എക്സാലോജിക്കിന് കരിമണൽ കമ്പനി CMRL നൽകിയതിലാണ് അന്വേഷണം. പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും നൽകാതെയാണ് പണം കൈമാറിയതെന്ന് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡും പിന്നീട് ROCയും കണ്ടെത്തിയിരുന്നു. SFIO അന്വേഷണം KSIDCയിലൂടെ സർക്കാരിലേക്കും നീങ്ങുകയാണ്. സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് ഓഹരിയുള്ള കമ്പനിയാണ് CMRL. അന്വേഷണ പരിധിയിൽ KSIDC എത്തുമ്പോൾ സർക്കാരും ഇടപാടുകളിൽ മറുപടി നൽകേണ്ടി വരും. 3 കമ്പനികളുടെ രേഖകൾ SFIO പരിശോധിക്കുന്നുണ്ട്. അക്കൗണ്ടൻസി, ഫോറൻസിക് ഓഡിറ്റിംഗ്, കമ്പനി നിയമം, ക്യാപിറ്റൽ മാർക്കറ്റ്, ടാക്സേഷൻ വിദഗ്ധർ ഉൾപ്പെടുന്നതാണ് അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡല്ലിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ അന്വേഷണ സംഘം. ROC ഉദ്യോഗസ്ഥരും ടീമിലുണ്ട്. SFIO അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയും SFIO അന്വേഷണം വ്യക്തമാക്കുന്നതുമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ കോടതിയിൽ നൽകും. ROC അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ, SFIO അന്വേഷണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. ജനം, കൊച്ചി.